മുൻകാല ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതം ലോകത്തിന് മുൻപാകെ കാഴ്ചവയ്ക്കുവാൻ പുതിയൊരു ദിവസം കൂടെ ദൈവം നമുക്ക് അനുവദിച്ച് തന്നതോർത്ത് സ്തോത്രം ചെയ്യാം. ഈ പുതിയ ദിവസം ദൈവത്തിൻ്റെ ജ്ഞാനത്താലും കൃപകളാലും നമ്മെ വഴി നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തനിമയിലേക്ക് എന്ന കൂട്ടായ്മ ദൈവനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. റോമർക്കെഴുതിയ ലേഖനം 15 അധ്യായം 1 വാക്യം വായിക്കട്ടെ. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. ഒന്നുകൂടെ വായിക്കാം. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നാം ചെയ്യേണ്ട ഒരു കടമയും ചെയ്യരുതാത്ത ഒരു തിന്മയും ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുക. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കൂട്ടായ്മയാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ഈ കൂട്ടായ്മ ശക്തിപ്പെടുവാൻ അത്യന്താപേക്ഷിതമായി നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു പ്രമാണമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത്. നാം എല്ലാവരും ദൈവത്താൽ നിസ്തുല്യരായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. പല കാര്യങ്ങളിലും നമ്മൾക്ക് തുല്യരായി ആരുമില്ല. നമ്മുടെ ഒക്കെയും ഐഡൻറ്റിറ്റി പ്രത്യേകതയുള്ളവരാണ്. അതിന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവം കൽപ്പിച്ചു തന്നിരിക്കുന്ന നമ്മുടെ പ്രത്യേകതകൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി, നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം നമുക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്നതാണ് എന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ കൂട്ടായ്മ ജീവിതം, ക്രിസ്തീയ സാക്ഷ്യം കൂടുതൽ ഫലപ്രദവും ആസ്വാദ്യകരവും ആകേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആത്മാവിന് വിപരീതമായി പല ദുർവാസനകളും നമ്മിൽ കുടികൊള്ളുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന കാര്യമാണ്. നമ്മളവയെ അവഗണിച്ചു പോകുന്നു. അതിൽ പ്രത്യേകമായൊരു ഘടകമാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. നാം ശക്തരാണ്. അതെല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ഞാൻ തിരിച്ചറിയുന്നതിനും മറ്റുള്ളവരെ ആ സത്യം അംഗീകരിക്കുന്നതും ഏറ്റവും സന്തോഷമാണ്. ശക്തരായ നമുക്ക് നമ്മുടെ ശക്തി തെളിയിക്കുവാൻ എന്താണ് മാർഗമുള്ളത്? പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നീ ശക്തനാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയുന്നത്? ബലഹീനരുടെ ബലഹീനതയെ ചുമക്കുന്നത് മൂലമാണ് നിൻ്റെ ശക്തി തെളിയുന്നത്. അല്ലാതെ നീ കരുത്തുള്ളവനാണ്, ശക്തനാണ് എന്ന് പറഞ്ഞാൽ ആരാണ് സമ്മതിച്ചു തരുന്നത്? മറ്റുള്ളവർ നമ്മെ ശക്തരാണെന്ന് അംഗീകരിക്കണമെങ്കിൽ നമ്മുടെ കരുത്ത് തെളിയിക്കുവാൻ നാം പരിശ്രമിക്കണം. നമ്മുടെ കരുത്ത് തെളിയിക്കണമെങ്കിൽ ഇവിടെ സമൂഹ ജീവിതത്തിൽ കരുത്ത് തെളിയിക്കുന്നത് ബലഹീനരുടെ, അശക്തരുടെ ബലഹീനതകളെ ചുമക്കുന്നത് വഴിയാണ്. അശക്തരുടെ ബലഹീനതകളെ ചുമക്കുക എന്ന് പറയുമ്പോൾ അതിനെ നമ്മുടെ ഭാരമായി നാം വഹിക്കുക. കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് കാണിച്ചു തന്നത് അതാണല്ലോ.
നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നമ്മുടെ സകല ഭാരവും വഹിക്കുവാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഏത് ഭാരമാണ് വഹിക്കുവാൻ കർത്താവിന് കഴിയാത്തത്? ശാരീരിക വേദനയോ, മാനസിക വ്യഥയോ, പീഡനമോ, ശാരീരിക ഉപദ്രവമോ, നിന്ദയോ, പരിഹാസമോ, ദാരിദ്ര്യമോ, പട്ടിണിയോ എന്ന് വേണ്ട, മനുഷ്യന് വന്ന് ഭവിക്കാവുന്ന എല്ലാ ബലഹീന സ്വഭാവങ്ങളെയും കർത്താവ് വഹിച്ചു. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും അവൻ്റെ മേലിടുക. അവയെ നമ്മൾ ഉപേക്ഷിക്കണം, അവയെ നമ്മൾ തിരിച്ചറിയണം. മുറുകെ പറ്റുന്ന പാപങ്ങൾ ഉള്ളവരാണ് എല്ലാവരും. പക്ഷേ അവയെ നമ്മൾ ലഘുവായ പാപങ്ങൾ എന്ന് കരുതി ലഘുവായി അതിനെ പ്രതികരിക്കുന്നു, നിസ്സാരമായി കാണുന്നു. നാം വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, കൊലപാതകം ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല എന്നിത്യാദി കുറ്റങ്ങളോ കുറവുകളോ ഒന്നും നമ്മിൽ ആരോപിക്കുവാൻ ഇല്ല. എന്നാൽ സഹോദരനെ നിസ്സാരനായി കാണുന്നത്, സൃഷ്ടിയിൽ ദൈവം മഹത്തരമായി സൃഷ്ടിച്ചതിനെ നിസ്സാരമായി കാണുന്നത് ഒരു പാപമാണെന്ന് നാം കരുതിയിട്ടുണ്ടോ? പ്രോ ലൈഫിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിൽ ഇങ്ങനെ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു. ഒരു വലിയ മിഷണറി പറയുകയാണ്, ആഫ്രിക്കൻ രാജ്യത്തെ ഒരു ഭവനത്തിൽ അവർക്കുണ്ടായ 4 കുഞ്ഞുങ്ങൾ ഓട്ടിസം ബാധിച്ചവരാണ്. ആ സ്ത്രീ പിന്നെയും ഗർഭവതിയായപ്പോൾ ആളുകൾ ചോദിച്ചു, 4 കുഞ്ഞുങ്ങൾ ഓട്ടിസം ബാധിച്ചവരാ, ലോകത്തിന് ഭാരമായി നീ അവരെ വളർത്തുകയാണ്, പിന്നെ നീ ഗർഭവതിയാകുവാൻ നിന്നെ പ്രേരിപ്പിച്ച നിൻ്റെ വിശ്വാസം എന്താണ്? അപ്പോൾ ആ സ്ത്രീയും ഭർത്താവും പറഞ്ഞ മറുപടി, ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അത് ഓട്ടിസം ബാധിച്ചതാണ്, തളർവാദം ബാധിച്ചതാണ്, ചലനശേഷി നഷ്ടപ്പെട്ടതാണ്, ബുദ്ധിസ്ഥിരത ഇല്ലാത്തതാണ്. ഇതൊന്നും ദൈവം പരിഗണിക്കുന്നില്ല. ദൈവത്തിൻ്റെ ദാനം, എല്ലാ ദാനവും നന്മയ്ക്ക് വേണ്ടിയാണ്, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവം എത്ര കുഞ്ഞുങ്ങളെ തരുന്നോ അവരെയൊക്കെ സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ദൈവത്തിൻ്റെ ദാനത്തെ എറിഞ്ഞു കളയുവാൻ, അല്ലെങ്കിൽ അത് അബോർട്ട് ചെയ്ത് കളയുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു സാക്ഷ്യം. എത്ര വലിയ സാക്ഷ്യം! മനുഷ്യബുദ്ധി കൊണ്ട് അളന്ന നമ്മുടെ നന്മയെ, നമ്മുടെ ശുഭകരമായ ഭാവിയെ കെട്ടിപ്പടുക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ അതെത്ര മിഥ്യയായ ചിന്തയാണ് എന്ന് നമുക്ക് ഓർക്കാം. ദൈവകൽപ്പനകളെ ദൂരെ ചവിട്ടി മാറ്റിക്കൊണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം, ജഡത്തിൻ്റെ മോഹപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ കെട്ടിപ്പണിയുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ ഒടുവിൽ നാം നാശത്തിലേക്ക് ആണ് പതിക്കുന്നത് എന്ന് പലപ്പോഴും നാം ഓർക്കാറില്ല. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് സഹായകരമായ ഒരു വലിയ ഉപദേശമാണ് പൗലോസപ്പോസ്തലൻ ദൈവാത്മാവിനാൽ നമ്മെ ഇവിടെ ഓർപ്പിക്കുന്നത്. നാം ശക്തരാണ്, അത് നാം അംഗീകരിക്കുന്നു, അത് നമുക്ക് ഇഷ്ടവുമാണ്. അത് കേൾക്കുവാൻ നമ്മളത് അംഗീകരിക്കും. ഞാൻ ശക്തരാണ്, ദൈവസന്നിധി ഞാൻ വിലയേറിയവനാണ്, ലോകത്തിൻ്റെ മുൻപാകെ ഞാൻ നിസ്സാരനായിരിക്കാം. ഒരു കോടി സമ്പാദിച്ച കുഞ്ഞ് നിസ്സാരനാണ്, മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ പ്രിയങ്കരനായിരിക്കാം.
മറ്റുള്ളവർക്ക് ആ ഒരു കുഞ്ഞ് നിസ്സാരനായി തീർന്നേക്കാം. എന്നാൽ ദൈവ സൃഷ്ടിയുടെ മാഹാത്മ്യത്തെ നമുക്ക് ഓർക്കാം. എന്തിനു വേണ്ടിയാണ് ദൈവം ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ ലോകത്തിൽ സൃഷ്ടിച്ചത്? ഒരിക്കൽ ഒരു ഊമ സ്കൂളിൽ സന്ദർശകർ എത്തി. സന്ദർശകർ വരുമ്പോൾ സ്കൂളിലെ കുഞ്ഞുങ്ങളോടൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഒരിക്കൽ അവിടെ വന്ന സന്ദർശകരിലൊരാൾ കുഞ്ഞുങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം സംസാരത്തിൽ കൂടെ ആശയവിനിമയം നടത്താൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ക്ലാസ്സിലെ ബോർഡിൽ എഴുതി, ഞങ്ങളെയൊക്കെ ഈ സംസാരശേഷിയുള്ളവരെ ദൈവം സൃഷ്ടിച്ചു, നിങ്ങളെ സംസാരശേഷിയില്ലാത്തവരെ ദൈവം സൃഷ്ടിച്ചു, എന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങൾക്ക് അതിന് ഉത്തരം പറയുവാൻ കഴിഞ്ഞില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ധൈര്യപൂർവ്വം എഴുന്നേറ്റ് മേശപ്പത്തിരിക്കുന്ന ചോക്കെടുത്ത് ബോർഡിൽ എഴുതി, പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. അവിടെ ഉത്തരം ആയി. ഇത് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയാണ് എന്നെ ഒരു ഊമയും ബധിരയുമായി സൃഷ്ടിച്ചത്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയെ പുച്ഛിക്കുവാനോ നിസ്സാരമാക്കുവാനോ ആർക്കും സാധ്യമല്ല. ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കണമെങ്കിൽ ദൈവ സൃഷ്ടിയുടെ മഹത്വം നാം മനസ്സിലാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട് ബലഹീന സഹോദരരെ, അശക്തരായ സഹോദരരെ നമ്മോടുകൂടെ ജീവിക്കുവാൻ ദൈവം അനുവദിക്കുന്നു? അവിടെ നമ്മുടെ കടമ എന്താണ്? അതാണ് നമ്മളെ ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത്. നാം പല കാര്യങ്ങളിലും ശക്തരാണെന്ന് നമുക്ക് തോന്നും, മറ്റുള്ളവരൊക്കെ നിസ്സാരരാണെന്നും തോന്നുന്നു. ശക്തരായ നമുക്ക് അവരെ ചേർത്ത് നിർത്തി അവരുടെ ബലഹീനതകളെ ചുമക്കുന്നതാണ് നമ്മുടെ കടമ. അവിടെ സഹിഷ്ണുതയാണ് ആവശ്യം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാനുള്ള ഒരേ ഒരു മാർഗം സഹിഷ്ണുതയാണ് ആണ് നാം തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സഹിഷ്ണുത ഇല്ലാത്തൊരു ജീവിതം ഒരിക്കലും ബലമുള്ള, ശക്തിയുള്ള ജീവിതം ആകുന്നില്ല. പെട്ടെന്ന് പ്രതികരിച്ച് ജീവിതത്തെ പരാജയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ആത്മഹത്യയും മറ്റുള്ളവരുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്നതുമൊക്കെ ആ പ്രവണത സമൂഹത്തിൽ വളർന്നു വരുന്നത്? നമുക്ക് ജഡികമായി താല്പര്യമില്ലാത്ത കാര്യങ്ങളോടെ വേണ്ടും വിധം പ്രതികരിക്കുവാനുള്ള ജ്ഞാനവും അറിവും ധാർമ്മിക ശക്തിയും നശിച്ചു പോകുന്നു. അങ്ങനെയുള്ളൊരു തലമുറയിലാണ് നാം ജീവിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് സഭ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമുക്ക് ഓർക്കുവാനുള്ളത്. ശക്തരായ നാം അശക്തരായവരുടെ ബലഹീനതകളെ ചുമക്കുക. അതിനുവേണ്ടി മുൻപോട്ട് വരുന്ന അനേകരുണ്ട്. മദർ തെരേസയുടെ നിര്യാണത്തിന് ശേഷം സേവന സന്നദ്ധരായി അനേകർ കടന്നു വരുന്നത് രംഗം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നാൽ ആ വന്ന് സേവനത്തിനായി ഒരുങ്ങി വരുമ്പോൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ നേരിടുവാൻ, സഹിഷ്ണുതയോടെ നേരിടുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മടങ്ങിപ്പോയവരെയും പലരെയും ഇപ്പോഴും ഓർമ്മയിലുണ്ട്. മദർ തെരേസയുടെ
സ്വാധീനം, പ്രശസ്തി അതെല്ലാവർക്കും താല്പര്യമായിരുന്നു. അതിനനുസരിച്ച് നമുക്കും പ്രശസ്തരാവണം, മറ്റുള്ളവരുടെ സ്വാധീനം വേണം. ലോകത്തിൻ്റെ എല്ലാ അമ്മയായി കഴിഞ്ഞ മദർ തെരേസയ്ക്ക് തൻ്റെ സഹിഷ്ണുതയെക്കൂടെ കഷ്ടതയെക്കൂടെ മാത്രമാണ് താൻ അത് നേടിയത്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ആ മഹതിയെ അതിനായി പ്രേരിപ്പിച്ചത്. ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിയുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തുല്യമായി നാം ഓർത്തിരിക്കേണ്ടത് നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുക. ഞാൻ ഏതാണ്ട് വലിയ കാര്യം ചെയ്തു, എനിക്ക് അംഗീകാരം വേണം, ഞാൻ ചെയ്യുന്നതിനെയൊക്കെ മറ്റുള്ളവർ അംഗീകരിക്കണം, അത് രേഖപ്പെടുത്തണം, അത് വിളിച്ചു പറയണം, അത് പത്രത്തിൽ പടം വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവനാമം മഹിമപ്പെടുന്നില്ല. നാം നമ്മെ തന്നെ മഹത്വപ്പെടുത്തുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് നാം എങ്ങനെ ആയിരിക്കണം, നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എന്തായിരിക്കണം നമുക്ക് നമ്മോട് തന്നെ നാം കാണിക്കേണ്ട മനോഭാവം, നാം പുലർത്തേണ്ട മനോഭാവം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഔവണ്ണം നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ പറയും. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരോടുള്ള ഒരു ശക്തമായൊരു പ്രബോധനമാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള മനോഭാവം എന്തായിരിക്കണം? യജമാനൻ കൽപ്പിച്ചിട്ടുള്ളതൊക്കെയും ചെയ്യുന്ന പ്രയോജനം ഇല്ലാത്ത ദാസന്മാർ. എന്നെക്കുറിച്ച് തന്നെ ഞാൻ കാത്തു സൂക്ഷിക്കേണ്ട മനോഭാവം, ഞാൻ ദാസനാണ്. ഒരു സെർവൻ ലീഡർഷിപ്പ് നാം മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പദപ്രയോഗമാണ്. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ഒരു സെർവൻ ലീഡർഷിപ്പാണ് കർത്താവ് പ്രദാനം ചെയ്യുന്നത്. നമ്മൾ ലീഡറാണ്, മറ്റുള്ളവരെ നേർവഴിക്ക് നയിക്കേണ്ടവരാണ്. പക്ഷേ ദാസൻ്റെ ആ ജീവിതശൈലിയെ കൂടെ മാത്രം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യുവാൻ പ്രാപ്തനല്ല, എന്നോട് കൽപ്പിച്ചത് മാത്രം ചെയ്യാനാണ് എനിക്കുള്ള ദൗത്യം. എന്നോട് കൽപ്പിച്ചിട്ടുള്ളത് ചെയ്ത് പേരും പ്രശസ്തിയും നേടുവാനല്ല, എന്നോട് കൽപ്പിച്ചത് മാത്രം ചെയ്യുക. അത് ചെയ്യുവാൻ ആർക്ക് കഴിയും? കർത്താവ് കൽപ്പിച്ചത് മാത്രം ചെയ്യുവാൻ. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നത്? അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. എൻ്റെ അയൽക്കാരനുള്ള ഭൗതിക സമ്പത്തുകൾ എനിക്കും മതിയെന്ന് പറയുവാൻ ആരെങ്കിലും തയ്യാറാകുമോ? അല്ലെ എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെയും അല്ലെ എൻ്റെ സഹോദരനെയും പിടിച്ചുയർത്തുവാൻ ഉള്ള മനസ്സ് നമുക്കുണ്ടോ? എല്ലാവരെക്കാളും മുൻപന്തിയിലായിരിക്കണം. അതാണ് നമ്മുടെ താല്പര്യം. അതോടൊപ്പം നമ്മൾ വെച്ച് പുലർത്തും മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിലായിരിക്കണമെന്നുള്ളത് നല്ല കാര്യം. പക്ഷേ എൻ്റെ സഹോദരനെ എന്നോടൊപ്പം പിടിച്ചുയർത്തുവാനുള്ള ആ മാനസിക മനോഭാവം നമുക്കുണ്ടോ? എൻ്റെ സഹോദരന് എന്നോടൊപ്പം ആയെങ്കിൽ മാത്രമേ അവിടെ അസൂയയ്ക്ക് പ്രസക്തിയില്ലാതെ ഇരിക്കുകയുള്ളൂ. അവിടെ ജീവിതത്തിൽ നമ്മുടെ അന്യോന്യമുള്ള ബന്ധം സുതാര്യമാകുകയുള്ളൂ. പരസ്പര ജീവിതത്തിൽ സുതാര്യത
കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നാം വെളിച്ചത്തിലുള്ളവരായി ജീവിക്കുക, ഇരുട്ടിനുള്ളവരായി ജീവിക്കുവാനുള്ളവരല്ല. നമുക്ക് ലഭിച്ചിട്ടുള്ളതൊക്കെയും മറച്ചു വെച്ച് മറ്റുള്ളവരുമായി പങ്കിടാതെ നമ്മുടെ മാത്രം അഭിവൃദ്ധിയെ നാം ജീവിക്കുമ്പോൾ ഓർക്കണമേ, ഈ ഭൂമിയുടെ സ്വത്തുക്കളൊക്കെയും പുഴുവും തുരുമ്പയും കിടക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സമൂഹം ഒന്നാകെ ഉണരുകയാണെങ്കിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ വരുവാൻ അത് എളുപ്പമായി തീരും. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ശപിക്കാതെ അവരെ അനുഗ്രഹിക്കുക. അവരുയർന്നു വരട്ടെ, ദൈവനാമം മഹിമപ്പെടട്ടെ. എൻ്റെ നാമമല്ല ദൈവമേ, നിൻ്റെ നാമം മഹിമപ്പെടുവാൻ എന്നെ അടുത്ത് ഉപയോഗിക്കണമേ. ഞാൻ നിൻ്റെ ദാസൻ മാത്രമാണ്. എൻ്റെ പ്രശസ്തി, എൻ്റെ ശക്തി ലോകം അംഗീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കൂടെ നിൻ്റെ ശക്തി ഈ ലോകത്തിൽ വെളിപ്പെടുവാൻ എന്നെ നിൻ്റെ കാര്യങ്ങളിൽ എടുത്ത് ഉപയോഗിക്കണമേ എന്ന പ്രാർത്ഥനയുടെ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലാം.